ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിൻ്റെ തുക വരും. അല്ല, ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യട്ടെ. ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, ഒരു മാസം എത്ര വരും എന്ന് നമ്മൾക്കിപ്പോൾ ഉള്ളത് KSRTCയിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയാണത് കുറവ്, എവിടെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്കീമാണ്.